Radio Janvani 90.8 FM. Radio Janvani 90.8 FM. Janvani 90.8 FM Radio. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജൻവാണി 90.8 FM കമ്മ്യൂണിറ്റി റേഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൻവാണി 90.8 കമ്മ്യൂണിറ്റി FM-ലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രമേഹത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി USV നടത്തുന്ന CSR സംരംഭമായ ബീറ്റ് ഡയബറ്റിസ് എന്ന പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ കണ്ണൂരിലെ കൊയിലി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യനായ ഡോക്ടർ ആനന്ദ് V. കൊയിലി ഞങ്ങളോടൊപ്പമുണ്ട്. സമ്മർദ്ദവും ഉറക്കവും കൈകാര്യം ചെയ്യൽ, പ്രീ ഡയബറ്റിസിൽ അവയുടെ പങ്ക് മനസ്സിലാക്കൽ എന്ന വിഷയത്തെക്കുറിച്ചുള്ള തന്റെ വിലപ്പെട്ട ഉൾക്കാഴ്ചകൾ അദ്ദേഹം പ്രിയ ശ്രോതാക്കളുമായി പങ്കിടുന്നു. ഇന്നത്തെ വേഗതയേറിയ കാലത്ത് സമ്മർദ്ദവും ഉറക്കക്കുറവും മിക്കവാറും സാർവത്രിക അനുഭവമായി മാറിയിരിക്കുകയാണ്. ആരോഗ്യം നിലനിർത്താൻ നമ്മളിൽ പലരും ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലുമൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ പ്രീ ഡയബറ്റിസ് പോലുള്ള അവസ്ഥകളിൽ സമ്മർദ്ദത്തിൻ്റെയും ഉറക്കത്തിൻ്റെയും നിർണായക പങ്ക് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സാധാരണയേക്കാൾ കൂടുതലാണെന്നതിൻ്റെ നിശബ്ദ മുന്നറിയിപ്പ് സൂചനയാണ് പ്രീ ഡയബറ്റിസ്. ഇത് നിങ്ങളെ ടൈപ്പ് 2 പ്രമേഹത്തിന് ഇരയാക്കുന്നു. ഇന്ത്യയുടെ നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും 15.4% പ്രീ ഡയബറ്റിസ് വ്യാപനം വെളിപ്പെടുത്തിയ ICMR ഇന്ത്യ പഠനത്തിൽ നിന്നുള്ള സമീപകാല കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ വർദ്ധിച്ചുവരുന്ന ഈ ആരോഗ്യ ആശങ്ക പരിഹരിക്കേണ്ടത് അടിയന്തരമായി ആവശ്യമാണ്. സമ്മർദ്ദവും ഉറക്കവും കൈകാര്യം ചെയ്യൽ, പ്രീ ഡയബറ്റിസിൽ അവയുടെ പങ്ക് മനസ്സിലാക്കൽ എന്ന ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. വിട്ടുമാറാത്ത സമ്മർദ്ദവും മോശം ഉറക്ക രീതികളുമൊക്കെ ഹോർമോൺ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം തടസ്സപ്പെടുത്തുകയും പ്രീ ഡയബറ്റിസ് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, പ്രീ ഡയബറ്റിസ് എന്താണ്? യുവ ഇന്ത്യക്കാർ എന്തുകൊണ്ട് പ്രീ ഡയബറ്റിസ് എന്ന ഈ അസുഖത്തെ ഭയക്കണം? ജൻവാണി FM 90.8-ൽ ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് മറുപടി ആരംഭിക്കാം. പ്രീ ഡയബറ്റീസ്, അതായത് പ്രമേഹപൂർവ്വ സ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഡയബറ്റീസ് മെല്ലിറ്റസ് എന്ന് പറയുന്ന അസുഖത്തിന് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. നമ്മുടെ രക്തത്തിലെ ബ്ലഡ് ഷുഗർ അളവുകൾ, അതിൽ ഷുഗറിൽ പ്രധാനമായുള്ളത് ഗ്ലൂക്കോസാണ്. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒരു പരിധിയിൽ കൂടുതൽ പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് കേടുവരുന്നത്. ഈ അവയവങ്ങളുടെ കേടുവരുന്ന രക്തത്തിൻ്റെ അളവ് വെറും വയറ്റിൽ 126 മുകളിലും ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം 140 മുകളിലും അല്ലെങ്കിൽ 3 മാസത്തെ ശരാശരി ടെസ്റ്റായ HbA1c വഴി 6.5% കൂടുതൽ പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക് കേടുവരുന്നത്. വർഷങ്ങളായി പഠനങ്ങൾ നടത്തി കണ്ടുപിടിച്ച ഈ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാൾക്ക് പഞ്ചസാരയുടെ അസുഖം, അതായത് ഷുഗർ ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തീരുമാനിക്കുന്നത്. എന്നാൽ ചില വ്യക്തികൾക്ക് വെറും വയറ്റിലത്തെ ഷുഗർ വാല്യൂസ് 110-നും 126-നും ഇടയിൽ നിൽക്കുകയും ഇവർക്ക് ഭാവിയിൽ ഷുഗർ വരാൻ, ഡയബറ്റീസ് വരാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അവരെയാണ് നമ്മൾ പ്രമേഹപൂർവ്വ സ്ഥിതി അല്ലെങ്കിൽ പ്രീ ഡയബറ്റിക് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതിലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഷുഗർക്ക് മുന്നോടിയായിട്ടുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഭാവിയിൽ ഇവർക്കുണ്ടായേക്കാം എന്നുള്ളൊരു അസുഖമാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. ശ്രദ്ധ കുറവുണ്ടെങ്കിൽ ഷുഗർ മാത്രമല്ല, ഡയബറ്റീസ് മാത്രമല്ല, കാർഡിയോവാസ്കുലർ ഡിസീസ്, അതായത് ഹൃദ്രോഗങ്ങളും സ്ട്രോക്ക് പോലത്തുള്ള, പക്ഷാഘാതം പോലത്തുള്ള അസുഖങ്ങളും ഇവർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. സമൂഹത്തിൽ നോർമലായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള ആൾക്കാരെ അപേക്ഷിച്ച് റിസ്ക് കൂടുതലാണ്.
നമ്മുടെ യുവജനങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു മോശമായ ഭക്ഷണ രീതിയും അതേപോലെ വ്യായാമക്കുറവും പിന്നെ മാനസിക അല്ലെങ്കിൽ വൈകാരികമായ അല്ലെങ്കിൽ സാമൂഹിക അല്ലെങ്കിൽ ശരിയായ ശാരീരിക സ്ട്രെസ്സുകൾ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടുന്ന ആൾക്കാരിൽ പ്രീ ഡയബറ്റീസ് അതായത് പ്രമേഹ പൂർവ്വസ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഭാവിയിൽ ചെല്ലുമ്പോൾ ഇവർക്ക് ഡയബറ്റീസും അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്കത് നേരത്തെ കണ്ടുപിടിക്കുകയും അത് വരാതിരിക്കാനുള്ള നടപടികൾ മുന്നോടിയായിട്ട് നമ്മൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. പ്രീ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അവ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? സാധാരണ ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് തന്നെ ക്ലാസിക്കൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ആൾക്കാരിൽ മാത്രമാണ് നമ്മൾ സാധാരണ ഡയബറ്റീസിൻ്റെ പ്രമേഹത്തിൻ്റെ ലക്ഷണങ്ങൾ കാണാറ്. എല്ലാവർക്കും അറിയും പോലെ അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, ഒരുപാട് മൂത്രം പാസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ, ഇതൊക്കെയാണ് ക്ലാസിക്കൽ ഡയബറ്റീസിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ ഈ ലക്ഷണങ്ങളില്ലാതെ തന്നെ പ്രമേഹ രോഗികൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെ രക്തത്തിലെ ഷുഗറിൻ്റെ വാല്യൂസ് കണ്ടമാനം കൂടി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെയാണ് പ്രീ ഡയബറ്റീസും. ഒരു പ്രത്യേക സാഹചര്യം, ഒരു പ്രത്യേക സിംറ്റം എന്ന് പറയാനായിട്ട് കഴിയില്ല. പലതരത്തിലുള്ള അസുഖങ്ങളുടെ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ പ്രീ ഡയബറ്റീസിൽ കാണാം. എന്നാൽ പ്രീ ഡയബറ്റീസ് ഉള്ളവരെ കണ്ടുപിടിക്കാൻ നമുക്ക് കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. റെഗുലർ ചെക്കപ്പ് ചെയ്തിട്ട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരിൽ നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. എന്തൊക്കെയാണ് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് നമുക്ക് നോക്കിയാൽ, ഒന്ന് ഏഷ്യ വംശജം. നമ്മൾ ഏഷ്യക്കാർക്ക് പ്രീ ഡയബറ്റീസ് വരാനുള്ള സാധ്യത, പൊണ്ണത്തടി വരാനുള്ള സാധ്യത, ഷുഗർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും, ഇന്ത്യക്കാരായ എല്ലാവരും ആ റിസ്കിൽ പെടുന്നവരാണ്. പിന്നെ ഉണ്ടാകുന്നത് വീട്ടിൽ കുടുംബാംഗങ്ങൾക്കാർക്കെങ്കിലും പ്രമേഹത്തിൻ്റെ അസുഖമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് റിസ്ക് ഉണ്ട്. അതേപോലെ പ്രായം 40-45 വയസ്സിന് ശേഷമുള്ള ആൾക്കാരിൽ പ്രീ ഡയബറ്റീസ് വരാനുള്ള റിസ്ക് കൂടുതലാണ്. തടിയുള്ള ആൾക്കാരിൽ, അതായത് ഒബീസിറ്റി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ്, ഒബീസിറ്റി എന്ന് പറയുമ്പോൾ പൊണ്ണത്തടി, ഓവർ വെയ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് നോർമലായി വേണ്ട നമ്മുടെ ഹൈറ്റിനൊത്ത വെയ്റ്റിനെക്കാട്ടിലും കൂടുതൽ ഭാരം തൂക്കം വരുന്ന അവസ്ഥ, ഓവർ വെയ്റ്റ് ആയാൽ തന്നെ പ്രീ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, അതായത് അധികം അനങ്ങാതെ ഇരുന്ന് ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാരിലും, മോശം ഭക്ഷണ രീതികൾ, ഫാസ്റ്റ് ഫുഡും ഓയിലി ആയിട്ടുള്ള ഫുഡും ഒരുപാട് കാലറീസും ഒരുപാട് മധുരങ്ങളും ഒക്കെ കഴിക്കുന്ന ആൾക്കാരിലും, സ്ത്രീകളിൽ അപേക്ഷിച്ച് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും പ്രീ ഡയബറ്റീസ് വരാനുള്ള സാധ്യതയും അതേപോലെ കൂടും. പ്രീ ഡയബറ്റീസിൽ നിന്ന് പ്രമേഹത്തിലേക്കുള്ള പുരോഗതി തടയാൻ സഹായിക്കുന്ന ജീവിതശൈലി മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഉറപ്പായിട്ടും ഒരുപാട് ജീവിതശൈലി ഇൻ്റർവെൻഷൻസ് വഴി, ജീവിതശൈലി നിയന്ത്രണങ്ങൾ വഴി നമുക്ക് പ്രീ ഡയബറ്റീസിലേക്ക് പോകാനുള്ള ഒരു പ്രവണത, നമ്മുടെ ശരീരത്തിൻ്റെ പ്രവണത നമുക്ക് കുറയ്ക്കാൻ പറ്റും. മുമ്പേ പറഞ്ഞ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാരെല്ലാവരും നമ്മുടെ ഭക്ഷണ രീതി കുറച്ച് ക്രമീകരിച്ചാലും, കുറച്ച് വ്യായാമം കൂട്ടിയാലും, നമ്മുടെ ഭാരം തൂക്കം കുറച്ച് കുറയ്ക്കാൻ ശ്രമിച്ചാലും, അതുപോലെ സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിച്ചാലും നമുക്കിത് നേടിയെടുക്കാൻ പറ്റും. ഈ ഭക്ഷണ ക്രമീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോൾ ഗ്രെയിൻസ് ആയിട്ടുള്ള ഫുഡ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ, അതായത് മൈദ പോലത്തെ സാധനങ്ങൾ ഉപയോഗിക്കാതെ ഹോൾ ഗ്രെയിൻ ആയിട്ടുള്ള ഹോൾ റൈസ്, ഹോൾ വീറ്റ് അതുപോലത്തെ സീരിയൽസ് കൂടുതൽ യൂസ് ചെയ്യുക. അതുപോലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതൽ കഴിക്കുക. ഇതിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ഷുഗർ ഉള്ള ആൾക്കാരിൽ ഫ്രൂട്ട്സ് കഴിച്ചാൽ, ഫലങ്ങളും കഴിച്ചാൽ ഷുഗർ കൂടാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രീ ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് അത് നിഷിദ്ധമല്ല. പക്ഷേ ഒരു സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഫ്രൂട്ട്സ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഫ്രൂട്ട്സ് അളവിലായിരിക്കണം. അധികം പഞ്ചസാര ചേർത്തിട്ടുള്ള ഭക്ഷണ, ഫ്രൂട്ട് ജ്യൂസസോ അതുപോലത്തെ സാധനങ്ങളോ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അതായത് സോഡ പോലത്തെ, കോള പോലത്തെ സാധനങ്ങളോ ആയിക്കൂടാ. പച്ചക്കറികൾ ധാരാളം കഴിക്കണം. ലീൻ പ്രോട്ടീൻ കഴിക്കുക. ലീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ബീഫ്, മട്ടൺ ഒഴികെയുള്ള ബാക്കിയുള്ള ഒരുവിധം പ്രോട്ടീൻസ് എല്ലാം ലീനായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത്. കൊഴുപ്പ് കുറവുള്ള, കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് ഈ കാലറീസ് കൂട്ടാത്ത, ഫാറ്റ് കൂട്ടാത്ത തരത്തിലുള്ള പ്രോട്ടീനുകൾ. ആഴ്ചയിൽ 2 ദിവസം ചിക്കൻ
ആഴ്ചയിൽ 2 ദിവസം മത്സ്യമോ മുട്ടയോ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഇവ വറുത്തതോ പൊരിച്ചതോ ആവാതെ നമ്മൾ സാധാരണ രീതിയിൽ കറി വെച്ച് കഴിച്ചതുകൊണ്ട് തെറ്റില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രോട്ടീൻ ശരീരത്തിന് ആവശ്യമായ ഒരു ഘടകമാണ്, അതില്ലാതിരിക്കുന്നതും മോശമാണ്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും വളരെ പ്രധാനമാണ്. ഇപ്പം വറുത്തതോ പൊരിച്ചതോ ആകുമ്പോൾ അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ അത് പ്രോസസ്ഡ് ആകുമ്പോൾ അതിൻ്റെ ആ കേടുപാടുകൾ നമ്മുടെ ശരീരത്തിന് വരികയും ചെയ്യും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികളിലും യുവജനങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷുഗറിൻ്റെ ഉപയോഗം, പഞ്ചസാരയുടെ ഉപയോഗം, മധുരമായിട്ടുള്ള സാധനങ്ങളുടെ ഉപയോഗം. ഈ പഞ്ചസാര ഷുഗർ എന്ന് പറയുമ്പോൾ തേൻ ഉൾപ്പെടെ, ഈന്തപ്പഴ സിറപ്പ്, ശർക്കര, കൽക്കണ്ടം, വെല്ലം എല്ലാം അതിൽ പെടും. ഇതെല്ലാം ചേർത്തിട്ടുള്ള ഭക്ഷണ വസ്തുക്കൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം ഷുഗറിന്, അതല്ലെങ്കിൽ പഞ്ചസാരയ്ക്ക് അല്ലെങ്കിൽ ഷുഗറിന് നമ്മുടെ ശരീരത്തിന് യാതൊരു നറിഷ്മെൻറ്റും യാതൊരു പോഷണവും തരാത്തൊരു സാധനമാണ്. വെറും ടേസ്റ്റ് മാത്രമാണ് ഷുഗർ നമുക്ക് തരുന്നത്, വായിലെ രുചി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പഞ്ചസാരയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഷുഗറുള്ള സാധനങ്ങൾ ഒഴിവാക്കുക. പിന്നെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമ്മുടെ ശരീരത്തിൽ ഷുഗറായി ബ്രേക്ക് ഡൗൺ ആവുന്നത്. നമ്മുടെ ശരീരത്തിലെ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഷുഗേഴ്സായി മാറും. ഈ ഷുഗറാണ് ഗ്ലൂക്കോസായിട്ട് നമ്മുടെ ശരീരത്തിൽ കിടക്കുക. നമ്മൾ അധികം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ഷുഗേഴ്സിനെ എല്ലാം കൊഴുപ്പായി മാറ്റുകയും കൊഴുപ്പിൻ്റെ അമിതമായ ഒരു ലെവൽ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് ഷുഗറിൽ പ്രീ ഡയബറ്റിക് സ്റ്റേജിലേക്കോ അല്ലെങ്കിൽ ഡയബറ്റിക് സ്റ്റേജിലേക്കോ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം. വ്യായാമത്തിൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായുള്ള വ്യായാമം നടക്കുക എന്നുള്ളതാണ്. നടക്കുമ്പോൾ ഉലാത്തിയാൽ മാത്രം പോരാ, ദിവസവും ഒരു അരമണിക്കൂർ നേരം മാത്രം നല്ല സ്പീഡിൽ നടക്കണം. ഈ സ്പീഡ് എന്ന് പറയുന്നത് അരമണിക്കൂറിൽ 3 കിലോമീറ്റർ കവർ ചെയ്യുന്ന വിധത്തിൽ ആണെങ്കിൽ, അതായത് ഹൃദയത്തുടിപ്പ് ഒരു 120 മുകളിൽ പെർ മിനിറ്റ് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള നടത്തമാണെങ്കിൽ അത് ഫലപ്രദമായി നമ്മുടെ ശരീരത്തിലുള്ള എക്സസ് കാലറീസ്, എക്സസ് ഊർജ്ജത്തിനെ കത്തി തീർക്കാൻ സഹായിക്കും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഒരു 1.5 കിലോമീറ്റർ 15 മിനിറ്റും കൊണ്ട് പോയിട്ട് തിരിച്ച് 1.5 കിലോമീറ്റർ തിരിച്ച് വീട്ടിലെത്തുന്ന രീതിയിൽ നടന്നാൽ ആഴ്ചയിൽ 5 ദിവസം അത് ചെയ്താൽ തന്നെ ധാരാളം നമുക്ക് വെയിറ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. കാലറീസ് നമുക്ക് എക്സസ് ആയിട്ടുള്ള ശരീരത്തിലുള്ള ഊർജ്ജത്തിനെ കത്തി തീർക്കാനും പറ്റും. ഇത് പ്രീ ഡയബറ്റീസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ഷുഗറുള്ള ആൾക്കാരിൽ ഷുഗർ കുറയ്ക്കാനും സഹായിക്കും. വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ നമ്മൾ ശ്രമിക്കണം. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞു, പൊണ്ണത്തടി ആയാൽ മാത്രമല്ല അസുഖങ്ങൾ വരിക. ഓവർ വെയിറ്റ് ആകുമ്പോൾ തന്നെ BMI 23.5% മുകളിൽ പോകുമ്പോൾ തന്നെ ഓവർ വെയിറ്റ് എന്നാണ് നമ്മുടെ ഏഷ്യ ജനങ്ങൾക്കുള്ള മാനദണ്ഡം. ആ ഒരു രീതിയിൽ എത്തിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് റിസ്ക് കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങളും വ്യായാമങ്ങളും നമ്മൾ ചെയ്യണം. അത് ഈ 5 മുതൽ 10% ഒരു 2 മുതൽ 4 മാസത്തിനുള്ളിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റിയാൽ, അതായത് ഹൈറ്റിനൊത്ത വെയിറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഒരു 5 മുതൽ 10% വെയിറ്റ് ഒരു 2-4 മാസം കൊണ്ട് എത്തിക്കാൻ പറ്റിയാൽ അത് തന്നെ ധാരാളം അസുഖങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും. ഉദാഹരണത്തിന് പ്രമേഹത്തിനെ, പ്രഷറിനെ, ഫാറ്റി ലിവറിനെ, ഇതിനെല്ലാം അത് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. അതുകൊണ്ട് വ്യായാമവും അതേപോലെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കുള്ള മാനസിക സമ്മർദ്ദങ്ങളെ ചെറുക്കാനായിട്ട് നമുക്ക് യോഗ പോലത്തെ, മെഡിറ്റേഷൻ പോലത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവയും നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താം. ഡോക്ടർ, സമ്മർദ്ദവും ഉറക്കവും പ്രീ ഡയബറ്റീസിനെ ബാധിക്കുമോ? അവ എങ്ങനെ കൈകാര്യം ചെയ്യാം? അതെ, സമ്മർദ്ദവും ഉറക്കമില്ലായ്മയും അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ നിലവാരം കുറയുക എന്നുള്ളൊരു സാഹചര്യവും പ്രമേഹ പൂർവ്വസ്ഥിതിനെ, പ്രീ ഡയബറ്റീസിനെ സാരമായി ബാധിക്കും. അതിന് കാരണമാവുകയും ചെയ്യും. ഒരു പക്ഷേ നമ്മൾ സമ്മർദ്ദം എന്ന് പറയുമ്പോൾ അക്യൂട്ട് ആയിട്ടുള്ളൊരു സ്ട്രെസ് ഇവൻറ്റ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രോണിക് സ്ട്രെസ്, അതായത് ഒരുപാട് നാളുകളായിട്ട് നമ്മൾക്ക് മാനസികമായിട്ടോ സാമൂഹികമായിട്ടോ ഇമോഷണലായിട്ടോ ഫിസിക്കലായിട്ടുള്ള സ്ട്രെസ്സ് നമ്മൾ നേരിടുകയാണെങ്കിൽ പതുക്കെ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അളവ് കൂടിക്കൂടി വരും. ഈ കോർട്ടിസോൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രഷറും ഷുഗറും എല്ലാം കൂട്ടാൻ കാരണമാകും, വെയിറ്റ് കൂട്ടാൻ കാരണമാകും, ഉപ്പിൻ്റെ അളവ്, ശരീരത്തിൽ ഉപ്പിൻ്റെ അളവ് കൂട്ടാൻ കാരണമാകും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു സാധനമാണ്. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ള അമിതമായ സമ്മർദ്ദം ഡെഫിനറ്റായിട്ടും നമ്മുടെ ഷുഗർ വാല്യൂസിനെ എഫക്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂട്ടുകയും ചെയ്യും. അതേപോലെ അപര്യാപ്തമായ ഉറക്കം,
അത് ഇൻസുലിൻ പ്രവർത്തനത്തിനെയാണ് തടസ്സപ്പെടുത്തുന്നത്. നമുക്കറിയാം ഇൻസുലിനാണ് ശരീരത്തിലെ ഷുഗറിൻ്റെ വാല്യൂസ്, അതിൻ്റെ അളവിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ ഹോർമോൺ. അപ്പോൾ ഇൻസുലിൻ്റെ പ്രവർത്തനം തടസ്സപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഷുഗർ കൂടും. അതാണ് ഉറക്കത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. നമുക്ക് മനസാന്നിധ്യ പരിശീലനങ്ങളിലൂടെ, അതായത് മെഡിറ്റേഷൻ പോലത്തെ സാഹചര്യങ്ങളിലൂടെ സമ്മർദ്ദം നിയന്ത്രിക്കാൻ കഴിയണം. രാത്രിയിൽ 7 മുതൽ 9 മണിക്കൂർ ഗുണനിലവാരമുള്ള ഉറക്കം ഉറപ്പാക്കുകയും വേണം. എന്നാൽ നമുക്ക് ഒരുപക്ഷെ പ്രീ ഡയബറ്റീസിനെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കും. പ്രീ ഡയബറ്റീസിന്റെ സാധ്യത കുറയ്ക്കാൻ എത്ര ഉറക്കം മതിയെന്ന് കണക്കാക്കപ്പെടുന്നു? ഉറക്കത്തിന്റെ ഗുണനിലവാരം പ്രധാനമാണോ? 2 ചോദ്യങ്ങളാണ്. ഉറക്കം എത്ര എന്നുള്ള ചോദ്യത്തിൽ ഒരു കൃത്യമായ മറുപടി പറയാൻ കഴിയില്ലെങ്കിലും ശരാശരി 7 മുതൽ 9 മണിക്കൂർ നല്ല ഉറക്കം കിട്ടുകയാണെങ്കിൽ അത് ധാരാളം മതി. ഇത് എല്ലാവർക്കും തുല്യമാവണമെന്നില്ല. ഓരോ ആൾക്കാരുടെയും സ്ലീപ്പ് സൈക്കിൾ, വേക്ക് സൈക്കിൾ, ബയോളജിക്കൽ ക്ലോക്ക് എന്നൊക്കെ പറയുന്ന കുറച്ച് സംവിധാനങ്ങളുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പലർക്കും ഉറക്കത്തിൻ്റെ ഒരു ആവശ്യകത നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. ആ ആവശ്യകത എത്രയുണ്ടെന്ന് നമുക്ക് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്നാലും ശരാശരി ഒരു 7 മുതൽ 9 മണിക്കൂർ നല്ല ഉറക്കം കിട്ടിയെങ്കിൽ. രണ്ടാമത്തെ ചോദ്യം ഉറക്കത്തിൻ്റെ ഗുണനിലവാരം. അത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്ര ഉറങ്ങി എന്നുള്ളതിനെക്കാട്ടിലും എത്ര നന്നായി ഉറങ്ങി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആഴത്തിലുള്ളതും തടസ്സമില്ലാത്തതുമായ ഒരു ഉറക്കമുണ്ടെങ്കിൽ ശരീരത്തിൻ്റെ ഇൻസുലിൻ, കോർട്ടിസോൾ, ഈ പോലത്തെ ഹോർമോണുകളുടെ ബാലൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഫലപ്രദമായി ഷുഗറിനെ നിയന്ത്രിക്കാൻ അനുവദിക്കും. അപ്പോൾ ഗുണനിലവാരമില്ലാത്ത ഉറക്കമാണെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദം കൂടും, BP കൂടും. രാവിലെ എണീക്കുമ്പോൾ ഫ്രഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെയും അതൊരു വളരെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ എത്ര നേരം ഉറങ്ങുന്നതിനെക്കാട്ടിലും ഉറക്കം നല്ല രീതിയിൽ തന്നെ നടക്കണം. ഈ ഉറക്കത്തിൻ്റെ കാര്യം പറയുമ്പോഴും ഞാൻ അമിതവണ്ണത്തിനെയും ഒബേസിറ്റീനെയും ഓർക്കുന്നു. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ അമിതവണ്ണമായും പൊണ്ണത്തടിയുമായ ഒരുപാട് ആൾക്കാർ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ, OSA എന്ന് പറയുന്ന അസുഖബാധിതരായി കൂടെ നടക്കുന്നുണ്ട്. ഈ OSAയും പ്രീ ഡയബറ്റീസിനൊരു കാരണമായേക്കാം. ഈ അമിതഭാരമുള്ള ആൾക്കാരിൽ ഈ ഉറക്കം ഡിസ്റ്റർബ് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം OSA ആണ്. അപ്പോൾ അത് കൃത്യമായി ചികിത്സിച്ചാൽ തന്നെ അവരുടെ ഷുഗേഴ്സും പ്രഷറും എല്ലാം കുറയുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പായിട്ടും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതാണ്. ഡോക്ടർ, പ്രമേഹ പ്രതിരോധത്തിന് ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിൻ്റെയും പതിവ് വ്യായാമത്തിൻ്റെയും ഗുണങ്ങളെ സമ്മർദ്ദവും മോശം ഉറക്കവും നിഷേധിക്കുമോ? ഉറപ്പായിട്ടും സർ. എത്ര നല്ല ഉറക്കം കിട്ടിയാലും, എത്ര നല്ല ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്താലും, എത്ര വ്യായാമം ചെയ്താലും ഒരുപാട് നാളായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഈ ഗുണങ്ങളെ അങ്ങ് ഒഴിവാക്കുകയും ഗുണങ്ങളുടെ ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ടാവും. ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്, അതായത് ഒരുപാട് നാളായിട്ടുള്ള സമ്മർദ്ദം നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കൂട്ടാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരും. എന്ന് മാത്രമല്ല, നമുക്ക് ആ സ്ട്രെസ്സിനെ നേരിടാൻ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് നമുക്ക് സന്തോഷം തരുന്ന രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ക്രേവിംഗ് എന്ന് പറയുന്നത്, ആസക്തി. അപ്പം മധുരം കഴിക്കാനുള്ളൊരു ആസക്തിയോ പഴവർഗ്ഗങ്ങൾ കഴിക്കാനുള്ള ആസക്തിയോ അതൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ പേസ്ട്രീസ്, ഐസ്ക്രീംസ്, ഇതെല്ലാം അധികം കഴിക്കുന്നത് ഒരുപക്ഷെ സ്ട്രെസ്ഡ് ഔട്ട് ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിനെ നിയന്ത്രിച്ചില്ല എങ്കിൽ ഇതെല്ലാം നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം കുറയ്ക്കാനും ഭാരം കൂട്ടാനും എല്ലാം കാരണമാകും. ഈ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ നമുക്ക് പ്രീ ഡയബറ്റീസ് വരാൻ സാധ്യത കൂടുകയും ചെയ്യും. പ്രീ ഡയബറ്റീസ് നിയന്ത്രിക്കുന്നതിൽ ശാരീരിക പ്രവർത്തനങ്ങൾ എന്തു പങ്കാണ് വഹിക്കുന്നത്? ശാരീരിക പ്രവർത്തനങ്ങൾ ഇൻസുലിൻ്റെ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനും ഭാരം നിയന്ത്രിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും സഹായിക്കുന്നു. ഈ ശാരീരിക പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണ എക്സസൈസസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേഗത്തിലുള്ള നടത്തം, ബ്രിസ്ക് വാക്കിംഗ്, അല്ലെങ്കിൽ നീന്തൽ, സ്വിമ്മിങ്, അല്ലെങ്കിൽ സൈക്ലിംഗ് പോലുള്ള പതിവ് വ്യായാമം പ്രമേഹത്തിലേക്ക് പുരോഗമിക്കാനുള്ള സാധ്യത നല്ല ഗണ്യമായി കുറയ്ക്കും. നമുക്ക് എക്സസൈസുകൾ 3-4 തരത്തിൽ നമുക്ക് തരംതിരിക്കാം. ഒന്ന് എയ്റോബിക് എക്സസൈസ്. എയ്റോബിക് എക്സസൈസ് എന്ന് പറയുമ്പോൾ കാർഡിയാക് എക്സസൈസ് എന്ന് പറയുന്ന സാധനം. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തുടിപ്പിൻ്റെ ഗതി കൂട്ടുകയും നമ്മുടെ ശരീരത്തിലെ രക്തഓട്ട ആ പ്രക്രിയ മെച്ചപ്പെടുത്തുകയും ഹാർട്ടിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ശ്വാസകോശത്തിലേക്കുള്ള രക്ത ഓട്ടം കൂട്ടുകയും അതേപോലെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനവും ഊർജിതപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസാണ്. അതിലാണ് നമ്മുടെ ഉദാഹരണമായിട്ടുള്ള നീന്തൽ, ജോഗിങ്, സൈക്ലിംഗ്, നൃത്തം,
വേഗത്തിലുള്ള നടത്തം, ഇവയെല്ലാം അതിൽ പെടുന്നു. അതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നു, കാലറി ചെലവ് വർദ്ധിപ്പിക്കുന്നു, ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ ഫലപ്രദമായി പ്രവർത്തിക്കണമെങ്കിൽ കോശങ്ങൾ അതിന് പ്രതികരിക്കണം. ആ പ്രതികരണ ക്ഷമത അത് ഈ എക്സസൈസിലൂടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. രണ്ടാമത്തെ തരം എക്സസൈസ് എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് അഥവാ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുന്നതാണ്. ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും നമ്മുടെ മാംസപേശികളുടെ ബലം കൂട്ടാനും നമ്മുടെ ശരീരത്തിൻ്റെ ബോണിൻ്റെ എല്ലിൻ്റെ വളർച്ചയ്ക്കും എല്ലിൻ്റെ ബലത്തിനും കൂട്ടാനുള്ള ഒരു സഹായവും ആകുന്ന തരം എക്സസൈസുകളാണ്. നമ്മൾ അറിയാം പുഷപ്പ്, പുള്ളപ്പ് അല്ലെങ്കിൽ വെയ്റ്റ്സ് ഉപയോഗിക്കുന്ന ഡംബൽസ് ഉപയോഗിച്ചിട്ടുള്ള എക്സസൈസുകൾ, അല്ലെങ്കിൽ റെസിസ്റ്റൻറ്റ് ബാൻഡ്സ്, ജിമ്മുകളിൽ പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻറ്റ് ബാൻഡ്സ് വെച്ചിട്ടുള്ള റെസിസ്റ്റൻറ്റ് എക്സസൈസസ് എല്ലാം അതിനാണത് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഗ്ലൂക്കോസ് ആഗിരണം മെച്ചപ്പെടുത്തുന്നു. ഗ്ലൂക്കോസിൻ്റെ നിയന്ത്രണം നമ്മുടെ ശരീരത്തിൽ അത് നല്ല രീതിയിൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. മൂന്നാമത്തെ തരം എക്സസൈസ് എന്ന് പറയുന്നത് വഴക്കവും സന്തുലിത വ്യായാമങ്ങളുമാണ്. നമ്മുടെ ശരീരത്തിൻ്റെ വഴക്കം കൂട്ടുന്ന ജോയിൻറ്റിൻ്റെ മൊബിലിറ്റി, ഓരോ സന്ധികളുടെയും ഫുൾ റേഞ്ച് ഓഫ് മോഷൻ, അതിന് കഴിയുന്നത്രയും മൊബിലിറ്റി, ചലനശേഷി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന തരത്തിലുള്ള വഴക്കവും സന്തുലിത വ്യായാമങ്ങളുമാണ്. അതെല്ലാം യോഗ അതുപോലത്തെ എക്സസൈസിലാണ് നമുക്കത് ചെയ്യാൻ കഴിയുക. ഈ 3 തരത്തിലുള്ള എക്സസൈസും നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് പ്രമേഹത്തിനെ തടയാൻ പറ്റുന്നത്, പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്നത്. 4-ാം തരം ഒരു എക്സസൈസ് ഉണ്ട്, ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർമീഡിയറ്റ് എക്സസൈസസ് എന്ന് പറയുന്ന. പക്ഷേ അവ നമ്മൾ സാധാരണ ഒരു ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും അതിൽ ചെയ്യേണ്ടത് ചെറിയ സമയങ്ങളിലേക്ക് ഒരുപാട് ഷോർട്ട് ബേർത്ത്സ് ഓഫ് ഇൻറ്റൻസ് എക്സസൈസും, ഭയങ്കര ശക്തിയോടെ നമ്മൾ ചെയ്യുന്ന എക്സസൈസും, അതിനുശേഷം കുറച്ച് റെസ്റ്റും, പിന്നെ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇതാണ് ഊർജം കത്തിക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു രീതി. പക്ഷേ നമ്മുടെ സാധാരണ ജീവിതശൈലിയിൽ ഉൾപ്പെടുത്താൻ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി 3 കാര്യങ്ങളും നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ നിന്ന് നടന്നു പോയി അരമണിക്കൂർ ദിവസവും കണ്ടെത്തി വീട്ടിൽ നിന്ന് നടക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ലല്ലോ. പ്രീ ഡയബറ്റിസിന് എന്തെങ്കിലും മെഡിക്കൽ ഇടപെടലുകൾ ലഭ്യമാണോ? ഉറപ്പായിട്ടും. മുമ്പേ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കുറച്ച് ആൾക്കാർക്ക് റിസ്ക് ഫാക്ടേഴ്സ് അധികമുണ്ടാവും. ജീവിതത്തിൽ റിസ്ക് ഫാക്ടേഴ്സ് പ്രീ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള, ഡയബറ്റീസിലേക്ക് മാറാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഫോർ എക്സാമ്പിൾ പൊണ്ണത്തടിയുള്ളവർ, അല്ലെങ്കിൽ ഫാമിലിയിൽ സ്ട്രോങ് ഡയബറ്റീസ് ഹിസ്റ്ററി ഉള്ളവർ, കൂടപ്പിറപ്പുകൾക്ക് ഷുഗർ നേരത്തെ വന്നതാണ്, എനിക്കും വരാമല്ലോ. ആ ഒരു സാഹചര്യത്തിലുള്ള കുറച്ച് ആൾക്കാർക്ക് നമ്മൾക്ക് മരുന്നുകൾ കൊടുക്കാമെന്ന് പറയും. മെറ്റ്ഫോമിൻ എന്ന് പറയുന്ന ഒരു വർഷങ്ങളായി, ദശകങ്ങളായി ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ഒരു മരുന്നിന് അതിന് നല്ല ഫലപ്രദമായ ഒരു എഫക്റ്റ് കണ്ടിട്ടുണ്ട്. പ്രമേഹ പൂർവ്വസ്ഥിതിയിൽ നിന്ന് പ്രമേഹത്തിലേക്ക് തടയാൻ അത് ഉപയോഗിക്കാറുണ്ട്. അത് ഷുഗർ കൺട്രോളിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, അത് കൂടാതെ അതിന് ഒരുപാട് നല്ല എഫക്റ്റുകളുണ്ട്. അപ്പോൾ അത് ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ക്യാൻസർ പ്രിവെൻഷന് വേണ്ടിയിട്ടും ശരീരത്തിൽ ഏജിങ്, അതായത് പ്രായവർദ്ധനവ് കുറയ്ക്കാനും, PCOS എന്ന് പറയുന്ന സ്ത്രീകളിലെ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിലും തടിയുള്ളവരിൽ തടി കുറയ്ക്കാൻ സഹായിക്കാനും, അതുപോലെ മസ്തിഷ്ക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് പോലും അത് ഉപയോഗിച്ച പഠനങ്ങളുണ്ട്. അതിൽ നല്ല റിസൾട്ട്സ് കണ്ടിട്ടുണ്ട്. അതാണ് നമുക്ക് മെറ്റ്ഫോമിൻ എന്നുള്ള മരുന്ന് ഉപയോഗിച്ചാൽ ഒരുപക്ഷെ ഡയബറ്റീസിൽ നിന്ന് കുറച്ചൊരു മോചനം നമുക്ക് ലഭിക്കും. ഡോക്ടർ ആനന്ദ്, നന്ദി. ഈ പരിപാടിയിൽ ശ്രോതാക്കൾക്കായി സമ്മർദ്ദവും ഉറക്കക്കുറവും കൈകാര്യം ചെയ്യൽ, പ്രീ ഡയബറ്റീസിൽ അവയുടെ പങ്ക് മനസ്സിലാക്കൽ എന്ന വിഷയത്തെക്കുറിച്ച് പ്രിയ ശ്രോതാക്കളുമായി സംസാരിച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു. പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഇതുവരെ കേട്ടത് പ്രമേഹത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി USV നടത്തുന്ന CSR സംരംഭമായ ബീറ്റ് ഡയബറ്റിസ് എന്ന പരിപാടിയിൽ കണ്ണൂരിലെ കൊയിലി ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ഡോക്ടർ ആനന്ദ് V. കൊയിലി പങ്കെടുത്ത പരിപാടി.
ടീം റേഡിയോ ജൻവാണി 90.8 FM. മലയാളത്തിന്റെ പ്രിയ തരംഗം, മലയാളികൾ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന മലയാളത്തിന്റെ പ്രിയ തരംഗം, റേഡിയോ ജൻവാണി 90.8 FM.